മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ലെന്ന് CPM. ഭരണഘടനയെ അവഹേളിച്ചു എന്ന കേസ് നിയമപരമായി നേരിടും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. നിയമോപദേശം തേടാനും തീരുമാനിച്ചു. അമൽ തേരമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, നമസ്കാരം. ആദ്യം മാപ്പ് പറഞ്ഞു അല്ലെങ്കിൽ പറ്റിപ്പോയി എന്ന തരത്തിൽ പിന്മാറി ആ സ്ഥാനത്ത് നിന്ന് മാറാൻ ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് കാണിച്ച് പിന്മാറി. ഇപ്പോഴിതാ അതേ കുറ്റത്തിന് അതിനേക്കാൾ രൂക്ഷമായി കോടതി ഇടപെട്ടപ്പോൾ ഇപ്പോൾ മാപ്പ് പറയാനോ അല്ലെങ്കിൽ തൽസ്ഥാനത്ത് നിന്ന് ഒഴിയാനോ തയ്യാറല്ല. ഇതെന്ത് നിലപാടാണ്? അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട രാജിയില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് CPM എത്തുകയാണ്. ഏതെങ്കിലും തരത്തിൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന സജി ചെറിയാന്റെ നിലപാടിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അതായത് ഈ വിഷയത്തിൽ ഒരു വട്ടം രാജിവെച്ചതാണ്. ആ രാജിവെച്ച തീരുമാനത്തിന് ശേഷം പിന്നീട് മന്ത്രിസഭയിലേക്ക് സജി ചെറിയാനെ മടക്കിക്കൊണ്ടുവരാനൊരു തീരുമാനവും ഉണ്ടായി. ആ മടക്കിക്കൊണ്ടുവന്ന് ഇനിയിപ്പോൾ സജി ചെറിയാൻ വീണ്ടും രാജിവെച്ചാൽ ആ മടക്കിക്കൊണ്ടുവരാനുള്ള തീരുമാനം തെറ്റായി പോയി എന്ന് വിലയിരുത്തപ്പെടും. അതിനാൽ തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതാണ് CPMന്റെ തീരുമാനം. LDF യോഗം ഇപ്പോൾ നടക്കുകയാണ്. LDF യോഗത്തിലും ഈ വിഷയം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായും LDF തങ്ങളുടെ നിലപാട്, CPM എന്താണ് തങ്ങളുടെ നിലപാട് എന്ന കാര്യം യോഗത്തെ അറിയിക്കും. സ്വാഭാവികമായും മറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം ഈ യോഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. സജി ചെറിയാൻ രാജിവെക്കാതെ മന്ത്രിസ്ഥാനത്ത് തുടരും. സജി ചെറിയാന്റെ വാദം കേട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ അന്വേഷണ റിപ്പോർട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്ന് കോടതിയിലേക്ക് റിപ്പോർട്ട് എത്തട്ടെ. റിപ്പോർട്ട് കോടതി പരിശോധിക്കട്ടെ. എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സജി ചെറിയാന്റെ ഭാഗത്തുനിന്നും ഇനിയും കോടതി കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ അതുവരെയും രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന തീരുമാനം. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയാണ് ആ തരത്തിൽ ഭരണഘടനയെ തള്ളിപ്പറഞ്ഞത്. എന്നിട്ടും ഇതിനെ CPM പോലെ ഒരു പാർട്ടിക്ക്, പ്രത്യയശാസ്ത്രത്തിൽ വളരെ അടിത്തറയുണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഈ ഭരണഘടനാ വിരുദ്ധതയ്ക്ക് ഒപ്പം നിൽക്കാൻ കഴിയുക? രാജിവെക്കേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചാൽ പ്രഥമ ദൃഷ്ട്യാ രാജിവെക്കേണ്ട വിഷയമാണ്. അക്കാര്യത്തിൽ ഒരുവിധ തർക്കവുമില്ല. സജി ചെറിയാന്റെ ആ പറഞ്ഞ പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ മാത്രം ഭരണഘടന എത്രത്തോളം അവഹേളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കും. പക്ഷേ അന്ന് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ, ഈ പ്രസംഗം പുറത്തു വന്നപ്പോൾ തന്നെ വിശദമായ ചർച്ചയും വലിയ തോതിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ഉണ്ടായ സമയത്ത് ആദ്യഘട്ടത്തിൽ രാജിവെക്കാൻ തയ്യാറായില്ല. പിന്നീട് ആ പ്രതിഷേധം അതിശക്തമായപ്പോൾ പിന്നീട് സീതാറാം യെച്ചൂരി അടക്കം സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതര വീഴ്ചയാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമാണ് സജി ചെറിയാന്റെ ഒരു രാജി ഉണ്ടാകുന്നത്. അങ്ങനെ വലിയ സമ്മർദ്ദത്തിനൊടുവിലുണ്ടായ രാജിയാണത്. അന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തു നമ്മൾ ഇടപെടലൊക്കെ ഉണ്ടാകുന്നതിന് മുൻപേ രാജിവെച്ചിരുന്നല്ലോ എന്ന് പറയുന്നു. പക്ഷേ അതിനുശേഷം ഒരു മടങ്ങിവരവുണ്ടാകുന്നു. ഇനിയും ആ വിഷയത്തിൽ രാജിവെക്കേണ്ടതില്ല. പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു രാജിയിലേക്ക് പോയി അതൊക്കെ വലിയ ചർച്ചയാക്കി മാറ്റുന്നതിനോട് പാർട്ടിക്ക് വലിയ താല്പര്യമില്ല. മാത്രമല്ല, നാളെ ഒരു തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്നു. ആ തിരഞ്ഞെടുപ്പ് ഫലം ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ചർച്ചയാകും. അങ്ങനെ ആകെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് CPMന്റെ നിലപാട്. ആ CPMന്റെ നിലപാടിന് അംഗീകാരം നൽകുകയല്ലാതെ മറ്റു മാർഗം നിലവിലത്തെ അവസ്ഥയിൽ എന്തായാലും LDFനും ഉണ്ടെന്ന് തോന്നുന്നില്ല. LDF യോഗത്തിൽ CPI അല്ലെങ്കിൽ RJD അടക്കമുള്ള ഘടകകക്ഷികളോ CPM ഈ പറയുന്ന ഒരു തീരുമാനത്തെ എതിർത്തുകൊണ്ടൊരു തീരുമാനം, സജി ചെറിയാന്റെ രാജി എന്നൊരു ആവശ്യമൊന്നും ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ സജി ചെറിയാന് മന്ത്രിയായി തന്നെ തുടരാം, മുന്നോട്ട് പോകാം. മാത്രമല്ല, ഈ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണം, എത്രയും വേഗം പൂർത്തിയാക്കണം എന്നുള്ളത് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതിനാൽ തന്നെ സജി ചെറിയാന് മന്ത്രിയായി മുന്നോട്ട് പോകുന്നതിൽ കാര്യമായ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രസ്താവനകൾക്കപ്പുറത്തേക്ക് സജി ചെറിയാന്റെ രാജിക്കായുള്ള സമ്മർദ്ദം ഒരു പരിധിക്കപ്പുറം ശക്തമാണെന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. UDF കൺവീനറുടെ വാർത്താ സമ്മേളനത്തിലടക്കം മറ്റ് നിരവധി ജനകീയ വിഷയങ്ങളില്ലേ ഏറ്റെടുക്കാൻ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് സജി ചെറിയാന്റെ രാജിക്കായി പരസ്യ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് UDFന്റെയും തീരുമാനം. അങ്ങനെ വരുമ്പോൾ കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ വെല്ലുവിളികളില്ലാതെ സജി ചെറിയാൻ മുന്നോട്ട് പോകാൻ കഴിയും. ഈ ചർച്ചകളെല്ലാം നാളത്തെ ഏതായാലും തൽക്കാലം രാജിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് CPMന്റെ തീരുമാനം. വ്യക്തമായ നിയമോപദേശത്തോടെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്.